ഹായ് ഓൾ, എല്ലാവർക്കും PMK എജ്യുമീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോസ്പെക്ടസ് എന്നാൽ എന്താണ് ഈ പ്രോസ്പെക്ടസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ കണ്ടന്റ് ഓഫ് പ്രോസ്പെക്ടസ്, ഒരു പ്രോസ്പെക്ടസിൻ്റെ അകത്തുള്ള ഉള്ളടക്കങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ പഠിച്ചെടുക്കാം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമായും തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുത്തേക്കും. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. പ്രോസ്പെക്ടസ് എന്നാൽ എന്താണ്? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് ചുറ്റും ധാരാളം പബ്ലിക് കമ്പനികളുണ്ട്. കമ്പനികൾ പഠിച്ചപ്പോൾ നമ്മൾ 2 കമ്പനികളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പബ്ലിക് കമ്പനിയുണ്ട്, പ്രൈവറ്റ് കമ്പനിയുണ്ട്. ഇപ്പോൾ 2013 കമ്പനീസ് ആക്ട് പ്രകാരം 1% കമ്പനിയും ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പബ്ലിക് കമ്പനിയുടെ കേസാണ് നമ്മൾ എടുക്കുന്നത്. ഒരു പബ്ലിക് കമ്പനിക്ക് അവരുടെ ഷെയറുകൾ പൊതുജനങ്ങളിലേക്ക് എന്ത് ചെയ്യാം? വിറ്റഴിക്കാം. അപ്പം അങ്ങനെ വിറ്റഴിക്കുമ്പോൾ അവരൊരു പ്രത്യേക ഡോക്യുമെന്റിലൂടെയാണ് അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആ ഡോക്യുമെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു ധാരണ കിട്ടിയില്ലേ? ഇനി നമുക്കതിന്റെ മീനിങ്ങിലേക്ക് കിടക്കാം. പ്രോസ്പെക്ടസ് ഇസ് എ ഡോക്യുമെന്റ് issued by the public company inviting the public to subscribe or shares or debentures of the company. ഒരു കമ്പനിയിലുള്ള ഷെയറുകളും ഡിബഞ്ചറുകളും ഇവയൊക്കെ പൊതുജനങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ ആവശ്യപ്പെടുന്നതിന് വേണ്ടി അവർ പൊതുജനങ്ങളിലേക്ക് ഇറക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഏതെന്ന് പറയുന്നത്? പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോസ്പെക്ടസ് മുഖാന്തരം മാത്രമേ പബ്ലിക് കമ്പനികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് ഷെയറുകളോ ഡിബഞ്ചറുകളോ ഒക്കെ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. പ്രോസ്പെക്ടസ് ഇറക്കി കഴിഞ്ഞാൽ ആ പ്രോസ്പെക്ടസിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഷെയറുകൾ എത്രയാണ്, ആ ഷെയറിന്റെ വില എത്രയാണ്, ഡിബഞ്ചർ ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ആ പ്രോസ്പെക്ടസിനകത്ത് നിന്നും വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ കമ്പനീസ് അഫയേഴ്സ് ആൻഡ് ഇറ്റ്സ് ഫ്യൂച്ചർ പ്രോസ്പെക്ടസ്. ഒരു കമ്പനിയുടെ എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് പ്രോസ്പെക്ടസിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും? വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ കഴിഞ്ഞ കാലത്തെ ഷെയറിന്റെ വിലകളും അതുപോലെ തന്നെ ഇപ്പോൾ അവർ മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്ന ഷെയറിന്റെ വിലയും കമ്പനിയുടെ ലാഭവിഹിതങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രോസ്പെക്ടസിനകത്ത് നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. എ പ്രോസ്പെക്ടസ് മസ്റ്റ് ബി ഡേറ്റഡ് ആൻഡ് സൈൻഡ് ബൈ ദ ഓൾ ഡയറക്ടേഴ്സ്. പ്രോസ്പെക്ടസ് പുറത്തിറക്കുന്നതിന് മുമ്പേ അതിനകത്ത് എല്ലാ ഡയറക്ടർമാരും എന്ത് ചെയ്തിരിക്കണം? സൈൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഡേറ്റ് പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. എ കോപ്പി ഓഫ് ദ പ്രോസ്പെക്ടസ് മസ്റ്റ് ബി ഫിൽഡ് വിത്ത് രജിസ്ട്രാർ ബിഫോർ ഇറ്റ്സ് ഇഷ്യൂഡ് ടു പബ്ലിക്. പൊതുജനങ്ങളിലേക്ക് ഇത് കൊടുക്കുന്നതിന് മുമ്പേ രജിസ്ട്രാർ ഇതെന്ത് ചെയ്തിരിക്കണം? ഫില്ല് ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രോസ്പെക്ടസ് എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഒരിക്കൽ കൂടി പറഞ്ഞുതരാം വളരെ സിമ്പിളായിട്ട്. പൊതുജനങ്ങളുടെ കയ്യിൽ നിന്നും അവരുടെ കമ്പനിയുടെ ഷെയറുകളോ ഡിബഞ്ചറുകളോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് വാങ്ങിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരിലേക്ക് കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ശരിക്ക് എന്തെന്ന് പറയുന്നത്? പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് നോക്കേണ്ടത് കണ്ടന്റ് ഓഫ് പ്രോസ്പെക്ടസ്. ഒരു പ്രോസ്പെക്ടസിന്റെ ഉള്ളടക്കങ്ങൾ, അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് പ്രോസ്പെക്ടസിനകത്ത് ഉണ്ടാവുക. ഫസ്റ്റ് വൺ, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ രജിസ്ട്രേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി. ഒരു കമ്പനിയുടെ രജിസ്ട്രേർഡ് ഓഫീസിന്റെ പേരും അഡ്രസ്സും തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും എന്തുണ്ടാവും? ഈ പ്രോസ്പെക്ടസിനകത്ത് ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം, ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ സുപ്രധാനമായ ലക്ഷ്യം എന്താണ് എന്ന് അതിനകത്ത് പറഞ്ഞിരിക്കും. ദെൻ ക്ലാസസ് ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഏതൊക്കെ തരത്തിലുള്ള ഷെയറുകളാണ് ഡിബഞ്ചറുകളാണ് ആ കമ്പനിക്ക് ഉള്ളത് എന്ന് കൃത്യമായി അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കും. ദെൻ നാലാമത്തെ പോയിന്റ്, നെയിം, അഡ്രസ് ആൻഡ് ഓക്യുപ്പേഷൻ ഓഫ് ദ സിഗ്നേറ്ററീസ് ടു ദ മെമ്മോറാണ്ടം. മെമ്മോറാണ്ടത്തിൽ ഒപ്പുവെച്ചിരിക്കുന്ന ആൾക്കാരുടെ പേര്, അഡ്രസ്, ഓക്യുപ്പേഷൻ ഇവയെല്ലാം എന്തിനകത്തുണ്ടാവും? പ്രോസ്പെക്ടസിനകത്തുണ്ടാവും. കാരണം നമുക്കറിയാം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ സുപ്രധാനമായ രേഖയാണ്.
അപ്പം അതിൽ ഒപ്പുവെച്ചിരിക്കുന്ന ആൾക്കാരുടെ പേരും അഡ്രസ്സും അതുപോലെ ഓക്യുപ്പേഷനും ഒക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുക. ദെൻ ഡീറ്റെയിൽസ് ഓഫ് ദ ബോറോയിങ് പവേഴ്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ബോറോയിങ് പവർ, അതിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുത്തിരിക്കും. ദെൻ നെയിം, അഡ്രസ് ആൻഡ് ഓക്യുപ്പേഷൻ ഓഫ് ദ ഡയറക്ടേഴ്സ് ആൻഡ് മാനേജിംഗ് ഡയറക്ടേഴ്സ്. മാനേജിംഗ് ഡയറക്ടർമാരുടെയും ഡയറക്ടർമാരുടെയും പേരും അഡ്രസ്സും ഓക്യുപ്പേഷനും എന്തിനകത്തുണ്ടാവും? പ്രോസ്പെക്ടസിനകത്ത് ഉണ്ടാവും. ദെൻ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ പ്രൊമോട്ടേഴ്സ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം ആരാണ് പ്രൊമോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി രൂപീകരിക്കാൻ മുൻകൈ എടുത്തു വന്ന ആളാണ് ആര്? പ്രൊമോട്ടർ. ആ പ്രൊമോട്ടറുടെ പേരും അഡ്രസ്സും എന്തിനകത്തുണ്ടായിരിക്കും? പ്രോസ്പെക്ടസിനകത്ത് ഉണ്ടായിരിക്കും. ദെൻ മിനിമം സബ്സ്ക്രിപ്ഷൻ. ഒരു കമ്പനിക്കകത്ത് മിനിമം സബ്സ്ക്രിപ്ഷൻ എത്രയാണ് എന്നുള്ളത് ഈ പ്രോസ്പെക്ടസിനകത്ത് കാണിച്ചിരിക്കും. ദ ടൈം ഓഫ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സബ്സ്ക്രിപ്ഷൻ. അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ എപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത്, ക്ലോസ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളും അതിനകത്ത് കൊടുത്തിരിക്കും. ദെൻ ദ എമൗണ്ട് പേബിൾ ഓൺ ദ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് ഓഫ് ഈച്ച് ക്ലാസസ് ഓഫ് ഷെയർസ്. അതായത് എത്ര രൂപയാണ് ഷെയറിന് കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ അലോട്ട്മെന്റിന് കൊടുക്കേണ്ടത് എന്നുള്ള വിവരങ്ങളും ഇതിനകത്ത് കാണിച്ചിരിക്കും. ദെൻ നെയിം ഓഫ് അണ്ടർ റൈറ്റേഴ്സ്. അണ്ടർ റൈറ്റേഴ്സിന്റെ നെയിം ഇതിനകത്ത് ഉണ്ടായിരിക്കും. ദെൻ അടുത്ത പോയിന്റ് ആണ് ഡീറ്റെയിൽസ് ഓഫ് പ്രിലിമിനറി എക്സ്പെൻസസ്. പ്രിലിമിനറി എക്സ്പെൻസസിന്റെ ഡീറ്റെയിൽസും എന്തിനകത്ത് ഉണ്ടായിരിക്കും? ഈ പറയുന്ന പ്രോസ്പെക്ടസിനകത്ത് ഉണ്ടായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രോസ്പെക്ടസിനകത്ത് കണ്ടന്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പൊ ഇത്രയൊക്കെ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഒരു ആൾക്ക് ആ കമ്പനിയെ കുറിച്ചൊരു അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഈ ഭാഗം നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.